ഇതിപ്പോ ഈ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും വന്നിട്ട് ഇതേമാതിരി എടുത്ത് കൊണ്ടുപോവാ? അങ്ങനെ അല്ല പുഴയല്ലേ, ആർക്കും വേണം. പെർമിഷൻ എടുത്തിട്ട് പഞ്ചായത്തിൽ നിന്ന് ഒരു ഏക്കർക്ക് നമ്മള് ഒരു കൊല്ലത്തിന് 3500 രൂപ കൊടുക്കണം. അങ്ങനെ കൊടുത്ത് ഫിഷറീസുമായി ബന്ധപ്പെടണം നമ്മള്. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അത് ആരെങ്കിലും കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ എടുത്ത് ഒഴിവായി കൊടുക്കേണ്ടി. ഇവിടെ കുറെ മുളകളൊക്കെ കുത്തിച്ച് കാണുന്നത് ഇത് എന്തിനാണ് സംഭവം? ബൗണ്ടറി ആയിട്ടല്ലേ? ഇതിന്റെ ബൗണ്ടറി എന്ന് പറഞ്ഞാല് നമ്മള് ഇവിടെ തോണിക്കാര് കൈക്കോല് കുത്തിയിട്ടാണ് ഇവിടെ ഒരുവിധം ആൾക്കാർ പോകുക. അപ്പൊ നമ്മള് കൈക്കോല് ഇതിൽ കുത്തുമ്പോൾ ഈ സാധനത്തിൽ കുടുങ്ങും, മൊത്തം ചളിയിൽക്കാട്ട് താന്നു പോകും. ഈ ഒരു മൊത്തം ഈ കൂട്ടം ചത്തുപോകും. ഇത് മണ്ണില് താന്നു പോകാൻ പാടില്ല, മുകളിലൊക്കെ എടുക്കുക. ഇത് പാറപ്പുറത്തൊക്കെ എടുക്കുന്നുണ്ട്, കുറച്ച് പണിയാവില്ല എടുക്കാന്. ഭയങ്കര പണിയാ. ഉള്ളിട്ട് ചെത്തിയെടുക്കണ്ടേ? ചെത്തിയെടുക്കാന്ന് പറഞ്ഞാൽ അത് ശാലയത്ത് ഇതിന്റെ ആൾക്കാരുണ്ട്, ഇതൊക്കെ പറ്റുള്ളൂ. ഞങ്ങൾക്ക് വിത്തെടുക്കല്ലേ പറ്റുള്ളൂ. പിന്നെ ഇതിന്റെ വില എങ്ങനെയാണ് ഇപ്പൊ റീറ്റെയിൽ ആയിട്ട് നമ്മുടെ മാർക്കറ്റില്? ഞങ്ങൾ 200 രൂപ കൊടുക്കണം റീറ്റെയിൽ ആയിട്ടല്ലേ? ഹോൾസെയിൽ ആണെങ്കിൽ നിങ്ങളെ നമ്പറിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റില്ല. ഹോൾസെയിൽ പിന്നെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് റേറ്റ് മാറുമല്ലോ. കൗണ്ട് നോക്കിയിട്ടേ ഇതിന്റെ വില നിശ്ചയിക്കണം. പൊട്ടിക്കണം, പൊട്ടിച്ച് ക്ലീൻ ചെയ്യണം, പറിച്ചെടുക്കണം. പിന്നെ മാത്രല്ല ഗ്ലൗ യൂസ് ചെയ്യേണ്ട, സേഫ്റ്റിക്ക് ഉണ്ട്. കാരണം നല്ല മൂർച്ച ഉണ്ടാവൂലേ, അപ്പൊ പണി ഇവിടെ തീരൂല. അത് മൊത്തം എടുത്ത് കരക്ക് കൊണ്ടുപോയിട്ടാണ് ബാക്കി പരിപാടി അല്ലേ. അപ്പൊ ഇനി ഫ്രഷ് കല്ലുമ്മക്കായ വേണമെന്നുണ്ടെങ്കിൽ പുറത്തൂർക്ക് ഇങ്ങോട്ട് പോരിട്ടാ. നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി.